എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിവ്യൂ ആണ്. അയലാൻ സിനിമ കണ്ടു. VFX എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ് ഇതിന്റെ. വേറെ ലെവലാ, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരുപാട് പേര് കാണണം. അതായത് ആദിപുരുഷൊക്കെ ചെയ്ത ടീമില്ലേ, അവരൊക്കെ കാണണം. ആദിപുരുഷനെ നീ എന്നതിന് ഇതിനകത്തോട് കൊണ്ടുവന്നത് VFX എന്നൊക്കെ പറഞ്ഞിട്ട് വർക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അയലാൻ മൂവി കണ്ട് തന്നെ പഠിക്കണം. അതെ, അവര് പഠിക്കണം. തീർച്ചയായിട്ടും പഠിക്കണം. അവരെ നമ്മൾ ഒഴിവാക്കിയ ആൾക്കാർ കണ്ടിട്ട് കഴിഞ്ഞല്ലോ, അതിനെ കുറിച്ച് പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അവര് കണ്ടിട്ടും പഠിക്കൂല. ഇനി VFX വെച്ചിട്ട് വർക്ക് ചെയ്ത് വരുന്ന സിനിമകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കണ്ടുപിടിക്കണം. അതെ, ഒരു ഒന്നൊന്നര കിടിലം വർക്കാണിത്. കാരണം അത്രത്തോളം പെർഫെക്റ്റാ. പ്രത്യേകിച്ച് ഈ അയലാൻ എന്ന് പറഞ്ഞ സാധനം, ഈ ജന്തു ജാതു എന്ന് പറയുന്നത് തവളാപ്പുട്ടല്, അത് ശരിക്കും മറ്റേ ട്രെയിലർ കണ്ടപോലെ നമ്മുടെ ഉള്ളിൽ കയറി തവളാപ്പുട്ടല് പോലെ. അതായത് പച്ച തവള ഉണ്ടല്ലോ, കണ്ണ് വലുതായിട്ടുള്ള, അതന്നെ ഐറ്റം. സത്യം. കയ്യൊക്കെ കണ്ടിട്ടില്ലേ? കയ്യൊക്കെ അതേപോലെ തന്നെ വിരലുകളും എല്ലാം. എന്തായാലും സിനിമ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയാണ്, വേറെ ലെവലാ. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കാലങ്ങളോളം ഇത് ഒരു കവറിലിരുന്ന് അങ്ങ് ചീഞ്ഞില്ലാതായിട്ടുണ്ട്. ഉണ്ടാക്കിയപ്പോൾ നല്ല ബിരിയാണി ആയിരുന്നു. അതെ, പക്ഷെ കിട്ടിയപ്പം ശരിക്കും അഴുകിപ്പോയി. അതെ, അതാണ് സംഭവിച്ചിട്ടുള്ളത്. നല്ല ബിരിയാണി ആയിരുന്നു, പക്ഷെ അത് കാലങ്ങളായിട്ട് കവറിൽ ഇരിക്കുകയാണ്. അതെ, അതാണ് പ്രശ്നം. ഒരു എന്താ പറയുക, ഒരു വെറൈറ്റി അല്ലെങ്കിൽ ഒരു പുതുമയൊന്നും തരാത്ത ഒരു കഥ. നമ്മൾ കണ്ട് മറന്നിട്ടുള്ള അല്ലെങ്കിൽ കണ്ട് ശീലിച്ചിട്ടുള്ള സിനിമകളുടെ സെയിം പാറ്റേണിൽ പോകും. അത് എനിക്ക് തോന്നുന്നു. അതായത് ഇവരിപ്പോൾ അത് കുറച്ച് കാലമായിട്ട് ചെയ്തു വെച്ച സാധനമാണ്. അതെ, പക്ഷെ എങ്കിലും ഇപ്പോഴാണല്ലോ ഇത് ഇറക്കുന്നത്. അപ്പോൾ ഈ പുതുമ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പഴമയുടെ ആവർത്തനമാണ് പുതുമ. അതാണ്. അപ്പോൾ അതുകൊണ്ട് പഴയത് ആവർത്തിച്ചതാണ്. അതാണ് പ്രശ്നം. അത് സിനിമക്ക് പറ്റില്ല. അത് വീണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള രീതിയിൽ ചെയ്തതായിരിക്കാം. അത് സിനിമക്ക് ചേരൂല. അത് ഈ സിനിമേനെ നന്നായിട്ട് ബാധിക്കും. അതെ. എന്താണെങ്കിലും പിന്നീട് എടുത്തു പറയേണ്ട നമ്മുടെ ശിവകാർത്തികേയൻ്റെ കാര്യം തന്നെയാണ്. എടുത്തു പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. കാരണം നമ്മൾ കാണാറുള്ള ശിവകാർത്തികേയൻ തന്നെ. വേറെ ഒരു വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല. ശരിക്കും ആ മാവീരനൊക്കെ എന്താണ്, വേറെ ലെവലാ. മാവീരനിലെ ആക്ടിങ് കണ്ടിട്ട് നമ്മൾ പോലും ഞെട്ടിപ്പോയായിരുന്നു. കാരണം നമ്മൾ പോലും ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോയായിരുന്നു. നമ്മളെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം ഒന്നല്ല കേട്ടോ, നമ്മൾ ഞെട്ടിപ്പോയായിരുന്നു അതിലെ ആക്ടിങ് കണ്ടിട്ട്. കാരണം ആ ചെവി കേൾക്കാത്തതായിട്ടും എല്ലാം കൂടി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സിനിമയുടെ സ്ക്രിപ്റ്റും അതുപോലെ തന്നെയായിരുന്നു. അതായത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഒരു സംഭവമാണ് തന്നത്. ഇതും അതുപോലത്തെ ഒരു സയൻസ് ഫിക്ഷൻ സാധനം തന്നെയാണ്. പക്ഷേ ശരിയായ രീതിയിൽ വന്നില്ല. അതായത് നല്ല സ്ക്രിപ്റ്റ് ആയിട്ടില്ല, നല്ല കോൺസെപ്റ്റ് അല്ല. പിന്നെ ഈ VFX വർക്ക് എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും ഇതൊരു പരാജയമാണ്. തീർച്ചയായിട്ടും. ഇതിന് എന്തുകൊണ്ടാണ് VFX ഫസ്റ്റ് തന്നെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ ഏറ്റവും പോസിറ്റീവ് എന്ന് പറയുന്ന സംഭവം ആ VFX ആണ്. VFX വർക്കാണ്. ബാക്കി എല്ലാം നമുക്ക് എന്താ പറയാ മോശമായിട്ട് തോന്നി സംഭവം. പിന്നെ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് കോമഡി ഉണ്ട്. അതും എല്ലായിടത്തും അത് വർക്കൗട്ട് ആയിട്ടുമില്ല, ചില സ്ഥലങ്ങളിൽ മാത്രം. അതുപോലെ തന്നെ ഇതിന് നായികയൊക്കെ എന്തിനോ കുറച്ച് പാട്ട് ഒന്നുമില്ല. പിന്നെ ആൾക്ക് എനിക്ക് തോന്നുന്നു റഗുൽ പ്രീത്തിന് വളരെ മികച്ച ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഏതാണുള്ളത്? അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അന്വേഷിപ്പിൻ കണ്ടെത്തും. കുറച്ച് നേരം എടുക്കും അത് ഏതാണെന്ന് ആലോചിച്ച് വരുമ്പോഴേക്കും. എന്താണെങ്കിലും യോഗി ബാബു ഉണ്ട്. ഈ യോഗി ബാബുവിന്റെ ചില കോമഡികളൊക്കെ ചില സമയങ്ങളിൽ അത് നമുക്ക് ചിരിക്കാനായിട്ട് വരുന്നുണ്ട്. അല്ലാത്തതൊക്കെ ഞാൻ അവിടെ തന്നെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇത് തീരുമ്പോഴേക്കും കണ്ടെത്തിയിട്ട് വരുമോ? അല്ല, അത് എന്താ ഇപ്പൊ ഞാൻ അന്വേഷിച്ചു തുടങ്ങിയിട്ട് ഇത് ഞാൻ പുറത്തു വിടുന്നത് 2023 അതായത് ഇപ്പൊ ഇറങ്ങിയ പോലെ. സിനിമേന്റെ കാര്യം പറഞ്ഞ പോലെ 2024 2024 കിട്ടി വർഷം. ഏതാന്നറിയാം, തീരം അധ്യായം 1 അതില് ഗംഭീര പെർഫോമൻസാ കണ്ടുപിടിച്ചല്ലോ. ഇനി എന്തായിരുന്നു അതിനുശേഷം നടന്നു പോയതൊക്കെ? എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നത്? അതിനുശേഷം കാലം മാറിയില്ലേ, ഒരുപാട് സിനിമകളൊക്കെ ഒരുപാട് മാറി. അതിനുശേഷം വന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. യോഗി ബാബുവിന്റെ ചില കോമഡികളൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. എന്നാൽ ചിലതൊക്കെ നമുക്ക് തന്നെ തോന്നും ഇതൊക്കെ ചിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള ആ ഒരു സിറ്റുവേഷനാണ്. നമുക്കറിയാം എപ്പോഴും ശിവകാർത്തികൻ സിനിമയിൽ ഫസ്റ്റ് ഹാഫ് ഒക്കെ ഭയങ്കരമായിട്ട് കോമഡി ആയിരിക്കും.
അതെ, കൂടുതലും കോമഡി ഇടുന്നതായിരിക്കും. പക്ഷെ ഒരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം കേട്ടോ, അതും പോസിറ്റീവാണ്. അതായത് ഇങ്ങനെയുള്ള കുറച്ച് ഡയലോഗ്സ്, അതായത് കോമഡിക്കാണെങ്കിൽ പോലും ഇത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ രീതിയിലേക്കുള്ള കണ്ടറിഞ്ഞ് എഴുതണം ഈ സ്ക്രിപ്റ്റിലെ ഡയലോഗ്. അത് വേണം, അത് സമ്മതിക്കണം, അത് മാറ്റം കൊണ്ടുവരണല്ലോ. അത് അന്നിപ്പോൾ അന്നത്തെ ആ ഒരു ലെവലിലാണ് സ്ക്രിപ്റ്റിൽ ഡയലോഗ് ചെയ്തിരുന്നെങ്കിൽ അത് അന്നേ പറ്റുള്ളൂ. അതെ, ഇപ്പത്തെ ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ലായിരിക്കും. അതെ, അതെനിക്ക് തോന്നുന്നു അങ്ങനെ ചില കോമഡി അതുകൊണ്ടായിരിക്കും മറ്റുള്ളതൊന്നും വർക്കൗട്ട് ആകാതെ, ചിലത് മാത്രം വർക്കൗട്ട് ആവുന്നത്. ഫ്രഷ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ. പക്ഷെ അങ്ങനെ തോന്നിയതായിട്ടുള്ള ഏതും ഒന്നുമില്ല. ഇല്ല, അങ്ങനെയല്ല. അതായത് പഴകിയതാണെന്ന് തോന്നിയ സംഭവങ്ങളൊന്നുമില്ല അതിൽ കോമഡിയില്. ശരിക്കും നമ്മൾ കേട്ടിട്ടുള്ള നമുക്ക് ചിരിക്കാൻ തോന്നാത്ത സംഭവങ്ങൾ അത്രേ ഉള്ളൂ. എന്താണെങ്കിലും പിന്നെ എടുത്ത് പറയേണ്ടത് AR റഹ്മാൻ മ്യൂസിക്. നമ്മൾ ശരിക്കും ഞെട്ടിയായിരുന്നു. AR റഹ്മാന്റെ മ്യൂസിക്കിലാണ് അയലാൻ പുറത്തു വരുന്നത് എന്നുള്ളത് അറിഞ്ഞപ്പോൾ. അതിന്റെ ടീസറിലാണ് വീണ്ടും ഞെട്ടി. ഇപ്പൊ വീണ്ടും ഞെട്ടി. ഇത്ര ഇങ്ങനെയൊക്കെ പറ്റും എന്നറിഞ്ഞപ്പോ. അതായത് AR റഹ്മാൻ എന്തെങ്കിലും പണി എടുത്തിട്ടുണ്ടോ അതില്? സത്യമായിട്ട് ഒന്നുമില്ല കേട്ടോ, ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് ഒരു ഇതും തോന്നിയിട്ടില്ല മ്യൂസിക്കിലൊന്നും. ഒരു കാര്യമല്ല. പിന്നെ തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിനിമ ശരിക്കും കുട്ടികൾക്കും ഫാമിലിക്കും പറ്റും എന്നാണ് തോന്നുന്നത്. കാരണം അവിടുന്ന് കുറച്ച് കുട്ടികളെ ഇവിടുന്ന് പോവാൻ നേരത്തെ ഒരു അംഗനവാടിന്നേ ക്ലാസ് റൂമും കൊണ്ടങ്ങ് പോയാൽ പിന്നെ ഒരു ആവേശമായിരിക്കും. പിള്ളേരൊപ്പം ഇരുന്ന് വേറെ വൈബാണ്. എന്നാലും ഇഷ്ടപ്പെടും തോന്നുന്നു. അതെ, കാരണം അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, അവര് എൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷം വരുമല്ലോ. അങ്ങനെ ഇഷ്ടപ്പെടുന്ന സിനിമകളുണ്ട്. പിന്നെ അപ്പോൾ അങ്ങനെ അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ കണ്ട് നമുക്കൊന്ന് അടിപൊളി അടിപൊളി നമ്മൾ സജസ്റ്റ് ചെയ്താണല്ലോ അവര് ഇഷ്ടപ്പെടുന്നത്. അത് ഇതിപ്പോ എന്താണെങ്കിലും എനിക്ക് നമുക്ക് കണ്ടിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയലാൻ കണ്ടു കഴിഞ്ഞാൽ ക്ഷീണം മാറണമെങ്കിൽ ശരിക്കും നമ്മള് ക്യാപ്റ്റൻ മില്ലർ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ സീനുകളൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നത്, അതിന്റെ ഇന്റർവെൽ ബ്ലോക്കും അതിന്റെ ക്ലൈമാക്സും അതൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരുന്നാല് ഇന്നത്തെ അയലാൻ കണ്ടതിന്റെ ക്ഷീണം മാറി കിട്ടും. ഇത് കാറിലിരുന്നിട്ട് ഞാൻ പറഞ്ഞതാണ്, അളിയാ ക്യാപ്റ്റൻ മില്ലർ സീന് ഓർമ്മ വരുന്നുണ്ടോ? വരുന്നുണ്ട്. എന്നാ നീ രക്ഷപ്പെട്ടു. ഞാൻ സത്യം പറഞ്ഞ ഇതൊന്നും അല്ല ആലോചിച്ചോണ്ടിരുന്നത്. പല നമുക്കറിയാം ഇതിനു മുന്നേ വന്നിട്ടുള്ള സയൻസ് ഫിക്ഷൻ സിനിമകൾ. ഇത് കണ്ടു കഴിയുമ്പോ നമുക്ക് ശരിക്കും അയ്യോ ബഹുമാനം തോന്നും അതിനോടൊക്കെ. അതായത് കഥ സെയിം ആണ് കേട്ടോ, ഏതാണ്ടൊക്കെ നമ്മുടെ ഹൃതിക് റോഷന്റെ ഐറ്റം സയൻസ് ഫിക്ഷൻ സിനിമകളുടെ ഒക്കെ ഏകദേശം ഇങ്ങനത്തെ അല്ലെങ്കിൽ ഏലിയൻ വരുന്ന അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ഏകദേശം ഒരേപോലൊക്കെ തന്നെയാണ് ഇന്ത്യൻ സിനിമ. അതെ, എന്താണെങ്കിലും സിനിമയുടെ റേറ്റിംഗിലേക്ക് പോവാം. റേറ്റിംഗ്സ് കവറിലിരിക്കുകയാണ്, അത് പഴകി തീരാനായിട്ട് അടിയിലായിരിക്കും, പേപ്പർ ആയതുകൊണ്ട് എടുത്താൽ മതി. ഓക്കെ, എന്തായാലും 5 out of 10. യെസ്, എന്താണെങ്കിലും സിനിമ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ പറയുക. വമ്പൻ നിരാശ. SKയുടെ ഓരോ സീനുകളും വളരെ ത്രില്ലോടെ ആസ്വദിച്ച് കാണുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അയലാൻ വമ്പൻ നിരാശാജനകമായി. അതെ, അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. കവർ എടുത്ത് കളയണ്ടേ? ബിരിയാണി മൊത്തം എടുത്ത് കളഞ്ഞേക്ക്. പഴകിയ ബിരിയാണി എടുത്ത് കളയട്ടെ. വരാം. ക്യാപ്റ്റൻ മില്ലറിന്റെ ഓരോ സീനും ഓർത്തെടുക്കാം. ഇന്റർവെൽ ബ്ലോക്ക് ഇല്ലേ, അതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചോണ്ടിരുന്നത്. ഇന്നത്തെ ദിവസത്തേക്കുള്ളത് അത് മതി, വേറെ ഒന്നും വേണ്ട.